ഫുൾ സ്ക്രീൻ ആക്കണ ഷേക്ക് ഉണ്ടല്ലോ, ആരും ഉണ്ടല്ലോ, എല്ലാരും മ്യൂട്ട് അടിച്ചു വെച്ചോ. ഫുൾ സ്ക്രീൻ ആക്ക, ഫുൾ സ്ക്രീൻ ആക്ക. സൗണ്ട് ഫുൾ സ്ക്രീൻ, ഫുൾ സ്ക്രീൻ അല്ല, അത് ഞെക്കണം. ആ മൗസ് അടി കൊണ്ട് വെച്ചോട്ടോ. എസേക്കിയേൽ 25:17 പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകും. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാലിക് തന്നെയാണ് ചെയ്തത്. ഫുൾ എല്ലാം കൊണ്ട് കഴിയുള്ളതെല്ലാം. അത് നിങ്ങളുടെ പോർച്ചുഗൽ ഡിസപ്പോയിന്റ് ചെയ്താലും നള്ളിന്റെ സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട്. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി മാലിക്ക് ചെയ്തതാ. അതെ അതെ, അത് കേണ്ടായാലും സൈലന്റ് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മാക്കിനെ പോലെ. ഞാൻ ഒരു കാര്യം പറയാലോ, ഇത് സംഭവിച്ചാല് 100 നല്ലതുണ്ടായാലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവന്റെ വീഡിയോ നള്ളിന്റെ പേര് തെറ്റിയത് അവന്റെ ഇന്റർവ്യൂ കണ്ട വിഷയം സാധനം. അതിന്റെ ഇടക്കൊരു ക്യാമിയോ ആരോ വെട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്നല്ല, അതൊക്കെ അവനായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, സത്യം പറയാലോ. എന്ത് തുർബോ, നീ അവിടെ നിന്നാണ്ട് തുർബോന്റെ അവിടെ പറഞ്ഞ എന്താ പറയണോ? തുർബോ അവിടെ വന്നാണ്ട് ഒരു സിനിമാറ്റിക് എന്റെ ടുട്ടിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ഒരു സിനിമാറ്റിക് എങ്ങനെയാലും. അയ്യോ, ടുട്ടിന്റെ റിക്രൂട്ട് എല്ലാരും സിറ്റി വാ, സിറ്റി വാ, ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഡെഫിനറ്റ് അടിച്ചാണ്ട് സിറ്റി വാ. അവിടെ വീസി ഇരുന്നുകാണ്ട് മാലിക്കിനെ ഭയങ്കര സോപ്പിംഗ് ആയിരുന്നു ടർബോ. എടാ ഒരു സിനിമാറ്റിക് എടാ പ്ലീസ് പ്ലീസ് എടാ, ഒരു സിനിമാറ്റിക് എങ്ങനെയും എനിക്ക് മാസാവാനാണെന്ന് പറഞ്ഞാണ്ട് അവിടെ ഇരിക്കായിരുന്നു. മാലിക്ക് തുപ്പി വെക്കാ പോടാ മുന്നേ അല്ലെ പ്രഷറാക്കല്ലേ എന്ന് പറഞ്ഞ് നല്ല ചീത്ത വിളിച്ചപ്പോ പിന്നെ അങ്ങനെയാണ് മുണ്ടാതെ പോയി.